ഹലോ മക്കളെ, നിങ്ങളുടെ SLC റിസൾട്ടൊക്കെ വന്ന് ചില കുട്ടികൾക്ക് ചിലപ്പോൾ കുറച്ച് വിഷമം ഉണ്ടായിരിക്കും, ചില കുട്ടികൾക്ക് ഹാപ്പിനെസ് ഉണ്ടായിരിക്കും, ചില കുട്ടികൾക്ക് ഓക്കെ ലെവലായിരിക്കും. തീർച്ചയായിട്ടും റിസൾട്ട് വന്നു കഴിഞ്ഞു. ഇനി അതിന് മേലെ നിങ്ങൾക്ക് റിവാലുവേഷന് കൊടുക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എക്സാം ഏതെങ്കിലുമൊക്കെ എക്സാമോ കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികൾക്ക് അത് എഴുതാം. അതൊക്കെ അങ്ങനെ നടന്നോളും. പക്ഷേ നിങ്ങൾ ഇതിനൊക്കെ അപ്പുറം ചിന്തിക്കേണ്ട കാര്യമുണ്ട്. SLC എന്ന് പറയുന്നത് ഒരു അവസാനം ഒന്നല്ലല്ലോ. ഇനി അങ്ങോട്ട് നിങ്ങൾ +1 പോവാണ്. അപ്പോൾ +1 അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങണം. അതിന് ഇനി സമയമുണ്ടല്ലോ, ഒരു സമയമില്ല. ഇപ്പോൾ കിട്ടിയ വിവരമനുസരിച്ച് ഈ മെയ് 25 തീയതിയാണ് നിങ്ങളുടെ +1 അഡ്മിഷന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അതായത് സിംഗിൾ വിൻഡോ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടത്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ അപ്ഡേഷൻ നടത്തുന്നതായിരിക്കും. ഓക്കെ മക്കളെ, അതിൽ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ട് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്, ചില കുട്ടികൾ ഈ ഒരു നിരാശ കൊണ്ട് അല്ലെങ്കിൽ ചില വിഷമം കൊണ്ടൊക്കെ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് വലിയ മൂഡൊന്നും ഉണ്ടാവില്ല. അതെങ്ങനെയൊക്കെ അങ്ങ് നടക്കട്ടെ. അങ്ങനെയാണല്ലോ, നമുക്ക് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷ റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത കടമ്പ ചിലപ്പോൾ ചെറിയ വിഷമം കൊണ്ടൊക്കെ നമ്മൾ അപ്ലിക്കേഷൻ ഒന്നും വലിയ കാര്യമായിട്ട് കരുതൂല. പിന്നീട് അലോട്ട്മെൻ്റ് ഒക്കെ വരുന്ന സമയത്ത് കൂട്ടുകാർക്കൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടി, സ്കൂളിൽ കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല, അത് അപ്ലിക്കേഷനിൽ ഇന്ന മിസ്റ്റേക്ക് വരുത്തിയത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് വേലാതി പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സാറ് പറയുന്ന ഈ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മക്കൾ കൃത്യമായി നോട്ട് ചെയ്യുക, ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായൊരു മൊബൈൽ നമ്പർ കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. ആ മൊബൈൽ നമ്പർ കൃത്യമായി ആക്റ്റീവ് ആയിട്ടുള്ളൊരു മൊബൈൽ നമ്പർ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഇടയ്ക്ക് കട്ടായി പോകുന്നൊരു മൊബൈൽ നമ്പറോ റീചാർജ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന മൊബൈൽ നമ്പറോ ആവരുത്. സ്ഥിരമായി നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക. കാരണം അതിലേക്കായിരിക്കും OTP, അതേപോലെ തന്നെ അലോട്ട്മെൻറ്റ് എന്നാണ് വരുന്ന ദിവസവുമായിട്ട് ബന്ധപ്പെട്ട മെസ്സേജസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, ദെൻ നിങ്ങൾ അവിടെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഒന്ന് അപ്ലിക്കേഷൻ നമ്പർ, മറ്റൊന്ന് പാസ്വേഡ്, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാസ്വേഡ് ഉണ്ടായിരിക്കും. അതോടൊപ്പം നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ, ഏത് ജില്ലയിലുള്ള സ്കൂളുകളിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഡിസ്ട്രിക്റ്റ്. ഈ 3 കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുക. സാർ അതെനിക്ക് ഓർമ്മ ഉണ്ടാവും, ഒക്കെ ശരിയാണ്, എങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയം വരെ അതിനിടയ്ക്ക് അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോഴും ഇങ്ങനെ ത്രൂ ഔട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഈ 3 എണ്ണം. പാസ്വേഡ് ഉണ്ട്, അപ്ലിക്കേഷൻ നമ്പർ ഉണ്ട്, പിന്നെ ഏത് ജില്ലയിലാണ് അഡ്മിഷൻ എടുക്കുന്നത് ആ ജില്ലയും നിങ്ങൾക്ക് ഓർമ്മ വേണം. ഇത് വെച്ചിട്ടാണ് നിങ്ങൾ വീണ്ടും കയറി നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രസ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഒരു ജില്ലയിൽ മാത്രമാണോ സാർ എനിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക? അല്ല, നിങ്ങൾക്ക് കേരളത്തിലുള്ള എല്ലാ ജില്ലയിലും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ഒരു ജില്ലയിലേക്ക് ഒരു അപ്ലിക്കേഷനേ പറ്റുള്ളൂ. അതായത് നിങ്ങൾ ഒരു എക്സാമ്പിളിന് സാറ് പറയാം, കോഴിക്കോടുള്ള ഒരു കുട്ടിക്ക് മലപ്പുറം ജില്ലയിലുള്ള സ്കൂളുകൾക്കും അപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള, കോഴിക്കോട് ജില്ലയിലെ സ്കൂളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ കൊടുക്കണം. അതിനപ്പുറത്തേക്ക് മലപ്പുറം ജില്ലയിലേക്ക് വേണ്ടിയിട്ടുള്ള വേറൊരു അപ്ലിക്കേഷൻ കൊടുക്കണം. അതായത് ഒരു അപ്ലിക്കേഷനിൽ 2 ജില്ലയിലെ സ്കൂളുകൾ സാധ്യമല്ല. ഒരു അപ്ലിക്കേഷനിൽ ഒരു ജില്ലയിലെ സ്കൂളുകൾക്ക് മാത്രമാണ് നിങ്ങൾക്ക് പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ സാറ് പറഞ്ഞത് മറക്കണ്ട. അത് ആർക്കാണ് കൂടുതൽ ഉപയോഗപ്പെടുക എന്ന് വെച്ചാൽ, ചിലപ്പോൾ ഏതെങ്കിലും 2 ജില്ലകളുടെ ബോർഡറിലൊക്കെ താമസിക്കുന്ന ആളുകളുണ്ടാവും, അവർക്ക് 2 ജില്ലകളിലേക്കുള്ള ആക്സസും ഉണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾ 2 ജില്ലകളിലും കൊടുക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ആ കാര്യം മക്കൾ ശ്രദ്ധിക്കണം. അതല്ലാണ്ട് ഒരു ജില്ലയിൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണയൊന്നും മക്കൾക്ക് ഉണ്ടാവരുത്. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമതായിട്ട്, നിങ്ങളുടെ കൂട്ടുകാർ എവിടെയാണ് കൊടുക്കുന്നത്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏറ്റവും അറിയുന്ന സ്കൂൾ ഏതാ, ഇപ്പോൾ പോയി വരാൻ എളുപ്പം ഏതാ, ഇങ്ങനെയൊക്കെ മാത്രം നോക്കി നിങ്ങൾ എന്ത് ചെയ്യരുതടാ, സ്കൂളിനെ സെലക്ട് ചെയ്യരുത്. നിങ്ങളുടെ കൂട്ടുകാരും കാര്യങ്ങളൊക്കെ സെക്കൻഡറി ഓപ്ഷൻ ആയിരിക്കണം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യേണ്ടത് നിങ്ങളെ മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള സ്കൂളുകളൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് അപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ വേണമെങ്കിൽ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ട സ്കൂളുകൾക്ക് പുറമെ നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റ് ഉണ്ടാവുമല്ലോ. അതായത് സയൻസ് സ്ട്രീം, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് തുടങ്ങിയിട്ടുള്ള അതിലേതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാകും. അതിൻ്റെ ഒരു ഓർഡറും നിങ്ങൾ എഴുതി വെക്കണം. ഇനി ചില കുട്ടികൾക്ക് ഉണ്ടാകുന്ന തെറ്റിദ്ധാരണയാണ്, അതായത് ഇപ്പോൾ ഒരു സ്കൂളിൽ ഞാൻ സയൻസിന് കൊടുത്തു കഴിഞ്ഞാൽ അതേ സ്കൂളിൽ തന്നെ കൊമേഴ്സിനും ചാൻസ് ഉണ്ടെങ്കിൽ അതിനി അവിടെ കൊടുക്കാൻ പറ്റൂല, അങ്ങനെയൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ, ഒരു A എന്ന സ്കൂളിൽ നിങ്ങൾ സയൻസ് സ്ട്രീമിന് വേണ്ടിയിട്ട് കൊടുത്തു. എന്നാൽ അതേ A എന്ന സ്കൂളിൽ നിങ്ങൾക്ക് കൊമേഴ്സിനും കൊടുക്കാം, അതേ A എന്ന സ്കൂളിൽ നിങ്ങൾക്ക് എന്തിനും കൊടുക്കാം, ഹ്യൂമാനിറ്റീസിനും കൊടുക്കാം. അതായത് സ്ട്രീമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ഒരേ സ്കൂളിൽ തന്നെ ഡിഫറെൻറ്റ് സ്ട്രീമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലിക്കേഷനിൽ കൊടുക്കാവുന്നതാണ്. പിന്നെ ആ സ്കൂളിൻ്റെ ഓർഡറും നിങ്ങൾ കൊടുക്കേണ്ട ഓർഡറും ഒക്കെ നിങ്ങൾ മുന്നേ തന്നെ പ്ലാൻ ചെയ്ത് വേണം നിങ്ങൾ അപ്ലിക്കേഷന് പോകാൻ. അതല്ലാതെ അവിടെ നിന്ന് ചിലപ്പോൾ നിങ്ങളൊരു അക്ഷയ സെൻറ്ററിൽ പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ നിങ്ങളോട് ചോദിക്കുകയാണ്, സ്കൂളുകൾ പറയൂ, അവർ ചിലപ്പോൾ ഒരുപാട് ക്യൂവിൻ്റെ ഇടയ്ക്കാവും നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ സ്കൂൾ പറയുമ്പോൾ
കഴിയുമ്പോൾ അതിൽ ചിലപ്പോൾ ചില മിസ്റ്റേക്ക് ഒക്കെ വരാം. അപ്പോൾ അലോട്ട്മെന്റ് വന്നു കഴിയുമ്പോൾ ആ സ്കൂൾ എനിക്ക് ആദ്യം കൊടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ടാണ് സാറ് പറഞ്ഞത് മുൻകൂട്ടി തന്നെ നിങ്ങൾ കൃത്യമായി ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് വേണം, ആ പേപ്പർ കൊണ്ട് വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ. ഓക്കെ, അപ്പോൾ ആ സ്കൂൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് സാറ് പറഞ്ഞു നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള സ്ട്രീം ഏത് സ്കൂളിലാണുള്ളത്, അവിടെ ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള സ്കൂൾ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്ന ഏതാ, ഇതൊക്കെയാണ് നോക്കേണ്ടത്. അതല്ലാണ്ട് എൻ്റെ കൂട്ടുകാർക്കൊക്കെ കിട്ടുന്ന സ്കൂൾ ഏതാ എന്നല്ല നിങ്ങൾ നോക്കേണ്ടതെന്ന് സാറ് പ്രത്യേകം പറഞ്ഞു കേട്ടോ. ഓക്കെ, ഇനി ഇതിനൊക്കെ അപ്പുറം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പിശകുകൾ ഉണ്ടെങ്കിൽ, തെറ്റുണ്ടെങ്കിൽ തിരുത്താനുള്ള, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുമെങ്കിലും ആദ്യ തവണ തന്നെ ഒരു തെറ്റിനും സാധ്യതയില്ലാത്ത രൂപത്തിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് മക്കൾ പറഞ്ഞു കൊടുക്കാനായിട്ട് നോക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ബോണസ് പോയിന്റ് കിട്ടാനായിട്ട് ആവശ്യമുള്ള കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. അതായത് നിങ്ങൾ വല്ല സ്പോർട്സ് കോട്ട ലെവലിൽ പോകുന്ന കുട്ടികളുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നീന്തൽ അറിയുന്ന കുട്ടികൾക്ക് നീന്തൽ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ക്ലബ് സർട്ടിഫിക്കറ്റ്, അതായത് സോഷ്യൽ സയൻസ് ക്ലബ്ബ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ക്ലബ്ബുകളുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആണ്. ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾ മുൻകൂട്ടി തന്നെ എന്ത് ചെയ്യുക, എടുത്തു വെക്കുക. ഓക്കെ, ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് വേണ്ട മറ്റൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹമുള്ള, അതായത് OBC, SC, ST ഒക്കെ വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിലുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആദ്യം തന്നെ വില്ലേജിൽ പോയിട്ട് എന്ത് ചെയ്യണം, എടുത്തു വെക്കണം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ആ ഒരു അവസാന സമയത്തേക്ക് വെക്കാതെ നിങ്ങൾക്ക് ഇതൊക്കെ ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതൊക്കെ മക്കളെ ആദ്യം തന്നെ ചെയ്തു വെക്കുക. ഫുൾ പ്ലാനോട് കൂടി വേണം ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പോകാൻ. ഇനി ആപ്ലിക്കേഷനൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യലാണ്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യലാണ്. ഇതിൽ നിങ്ങൾക്ക് നമ്മളുടെ എഡ്യൂക്കേഷണൽ ബോർഡ് കൃത്യമായിട്ട് അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. ആ ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ വെറും ട്രയൽ മാത്രമാണ്. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ABC എന്ന് പറയുന്ന സ്കൂളിൽ സെലക്റ്റഡ് ആണ് എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിക്കരുത് എനിക്ക് ആ സ്കൂളിൽ കിട്ടിയെന്നൊന്നും ഉറപ്പിക്കരുത്. അതായത് ഈ അലോട്ട്മെന്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക എന്ന് കാണാനുള്ളത് മാത്രമാണ് ട്രയൽ അലോട്ട്മെന്റ്. അത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഒരു ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല മക്കൾ, മനസ്സിലാക്കി വെക്കുക. ആ ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂളിന്റെ ഓർഡറോ മറ്റോ മാറ്റണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണ്. അതിനുള്ളൊരു അവസരം അപ്പോൾ ഉണ്ടായിരിക്കും. ഓക്കെ, അതിന് മുന്നേ തന്നെ നിങ്ങൾ സ്കൂളൊക്കെ ഓർഡറിൽ കൊടുത്താൽ പിന്നെ ആ പണിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഡേറ്റ് പ്രഖ്യാപിച്ച് അതിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് വരും. ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ കൃത്യമായി ശ്രദ്ധിക്കുക. ഒരു പക്ഷേ നിങ്ങൾ പ്രതീക്ഷിച്ച സ്കൂളല്ല കിട്ടിയതെങ്കിലും നിങ്ങളൊരു 10 സ്കൂളോ അല്ലെങ്കിൽ ഒരു 15 സ്കൂളോ അല്ലെങ്കിൽ എത്ര ആയാലും അത്രയും സ്കൂൾ നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ഏറ്റവും പ്രയോറിറ്റി കൂടിയ സ്കൂളുകളായിരിക്കും നിങ്ങൾ ഒന്നാമതും രണ്ടാമതും മൂന്നാമതൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക. ആ സ്കൂൾ കിട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് കിട്ടിയത് 8ാമതായിട്ട് ഞാൻ വേണോ വേണ്ടേ എന്ന് വിചാരിച്ച് കൊടുത്തൊരു സ്കൂളാണ്, അതുകൊണ്ട് അടുത്ത അലോട്ട്മെന്റിൽ കാത്തിരിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കൃത്യമായിട്ട് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികളാണെങ്കിൽ ഏത് സ്കൂളിലാണോ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്, അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത്, അവിടെ പോയിട്ട് നിങ്ങൾ ടെമ്പററി ആയിട്ടെങ്കിലും നിങ്ങൾ അഡ്മിഷൻ എടുക്കണം. ശ്രദ്ധിക്കുക, ടെമ്പററി എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കണം. അത് നിർബന്ധമാണ്. കാരണം അതല്ലെങ്കിൽ നിങ്ങൾ ഈ അലോട്ട്മെന്റ് പ്രൊസീജിയറിൽ നിന്നും നിങ്ങൾ പുറത്താകും. പിന്നെ അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടാത്ത അവസ്ഥ വരും. അപ്പോൾ ടെമ്പററി ആയി നിങ്ങൾ അലോട്ട്മെന്റിൽ കിട്ടിയ സ്കൂളിൽ പോയി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലോ നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് അതിലുള്ള ഏതെങ്കിലും ഒരു ഹയർ ഓപ്ഷൻ, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്കൂളിലേക്ക് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് ആദ്യം ടെമ്പററി ആയ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുകയും നിങ്ങൾക്ക് കിട്ടിയ സ്കൂളിൽ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള അവസരം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളല്ല കിട്ടിയത്, അതുകൊണ്ട് അഡ്മിഷൻ ഒന്നും എടുക്കാതെ വീട്ടിൽ തന്നെ ഇരുന്നു, അടുത്ത തവണ നോക്കാം, അടുത്ത തവണ നിങ്ങൾ നോക്കേണ്ടി വരില്ല, നിങ്ങൾ അലോട്ട്മെന്റ് പ്രൊസീജിയറിൽ നിന്നും പുറത്തായിട്ടുണ്ടാകും. അതുകൊണ്ട് സൂക്ഷിക്കുക. കിട്ടിയ സ്കൂളിൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായാലും ഇഷ്ടമില്ലാത്തതായാലും നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കണം. നിങ്ങൾക്ക് വിചാരിച്ച സ്കൂളാണ് കിട്ടിയതെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, അവിടെ പെർമനന്റ് ആയിട്ട് തന്നെ ആ ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ അഡ്മിഷൻ എടുക്കുക. പിന്നെ നിങ്ങൾക്ക് വീട്ടിലിരിക്കാം, ക്ലാസ് തുടങ്ങുമ്പോൾ സ്കൂളിലേക്ക് പോയാൽ മതി. അതല്ല നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്കൂളിലാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ അവിടെ ടെമ്പററി അഡ്മിഷൻ എടുക്കുകയും അടുത്ത അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുകയും വേണം. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കുട്ടിക്ക് ഒരു സ്കൂളിലും കിട്ടിയില്ല എന്ന് വിചാരിച്ചോ, അപ്പോൾ സാറേ എന്താ ചെയ്യുക? ഒന്നും ചെയ്യണ്ട, നിങ്ങൾ അടുത്ത അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ആ ഒരു പ്രോസസ്സിൽ അപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പോൾ സാറ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ഓർത്തു വെക്കുക. അപ്പോൾ ഇതൊക്കെ അലോട്ട്മെന്റിന് മുന്നേ തന്നെ മക്കൾ അറിഞ്ഞു വെക്കണം. പിന്നെ റിസൾട്ടിന്റെ കാര്യമല്ലേ, മക്കൾ വിഷമിക്കലടാ, ഞങ്ങൾ ആരും തന്നെ ഈ ഒരു പൊസിഷനിലൊക്കെ എത്തിയിട്ടും ഞങ്ങൾക്ക് പറയാനുള്ള കഥകളിൽ എല്ലാ കഥകളും ഫുൾ A+ന്റെയും ഫുൾ മാർക്കിന്റെയും ഒന്നും കഥകളല്ല. അപ്പോൾ മറ്റൊരു കാര്യം മക്കളെ, നിങ്ങൾ +1 കുട്ടികളോട് പറയാനുള്ളത്, അതായത് +1ലേക്ക് പോകുന്ന
കുട്ടികളോട് പറയാനുള്ളത്, കൃത്യമായിട്ട് നേരത്തെ പഠനം തുടങ്ങിക്കോ. നമ്മൾ പറഞ്ഞതാണ്, നമ്മളുടെ ഇവിടെ +1 അഗ്നി ബാച്ചൊക്കെ ഇതാ 21-ാം തീയതി ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോവാണ്. സോ മക്കളെ വേഗം തന്നെ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ട്രീം ഏതാ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ വരുന്ന 19-ാം തീയതി സൈലത്തിൽ ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മക്കളെ QR സ്കാൻ ചെയ്ത് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. കൊമേഴ്സുകാരാവട്ടെ, സയൻസുകാരാവട്ടെ, ഹ്യൂമാനിറ്റീസുകാരാവട്ടെ, ഇനി ഡൗട്ട് ഉള്ളവരാവട്ടെ, ആ വെബിനാറിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾക്ക് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയയിലേക്ക് ഞങ്ങൾ എത്തിച്ചു തരും. ആ മക്കളെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. നമുക്ക് എന്തായാലും മുന്നോട്ട് തന്നെ നീങ്ങിയേ നമുക്ക് പറ്റൂ. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ടുകളോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ടൈപ്പ് വീഡിയോസ് നമുക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ മക്കളെ ഒന്ന് ആ ഒരു കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ ഒപ്പം ഉണ്ടായിരിക്കും. ഓൾ ദി ബെസ്റ്റ്.